മൈഗ്രെയിൻ ഉള്ള എല്ലാ ആളുകളും ചിന്തിച്ചിരിക്കുന്നത് മൈഗ്രെയിന്റെ ഏറ്റവും നല്ല ഡയഗ്നോസ്റ്റിക് ഫീച്ചറാണ് എനിക്ക് തലവേദന വരുമ്പോൾ ഛർദി വരുന്നു എന്നുള്ളത്. തലവേദന പോലെ തന്നെ അതല്ലെങ്കിൽ തലവേദനയോടൊപ്പം ഛർദി പോലെ തന്നെ സാധാരണ ആളുകൾ കാണുന്ന ഒരു കാര്യമാണ് തലചുറ്റൽ അല്ലെങ്കിൽ ബാലൻസിന്റെ ഇഷ്യൂസ് എന്ന് പറയുന്നത്. ഒരുപക്ഷെ മൈഗ്രെയിന്റെ അതായത് വെസ്റ്റിബുലർ മൈഗ്രെയിൻ പോലത്തെ ചില മൈഗ്രെയിൻ വിഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള തലചുറ്റൽ കാണാറുണ്ടെങ്കിലും കുറെ ആളുകൾക്കെങ്കിലും ഇത് മോഷൻ സിക്നസ് എന്ന് പറഞ്ഞൊരു മറ്റൊരു അസുഖമായിട്ടാണ് സാധാരണ ഡയഗ്നോസ് ചെയ്യപ്പെടാറ്. ഇത് മൈഗ്രെയിനുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത നമ്മുടെ ചെവിയും ഇയർ ബാലൻസുമായിട്ട് ബന്ധമുള്ള ഒരു പ്രത്യേകതരം അവസ്ഥയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരം കുലുങ്ങുകയും അനങ്ങുകയും അല്ലെങ്കിൽ മൂവ്മെന്റിലിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ചെവി അതല്ലെങ്കിൽ ചെവിക്കകത്തുള്ള വെസ്റ്റിബുലർ ഓർഗൻ അതിനെ പെർസീവ് ചെയ്യുന്നത്, അതിനെ മനസ്സിലാക്കുന്നത് നമ്മുടെ ശരീരം യാത്രയിലാണ് അല്ലെങ്കിൽ മൂവ്മെന്റിലാണ് എന്നുള്ള രീതിയിലാണ്. പക്ഷെ നേരെ മറിച്ച് നമ്മൾ പുറത്തേക്ക് നോക്കാതെ മൊബൈലിൽ നോക്കിയിരിക്കുകയോ അതല്ലെങ്കിൽ പുസ്തകം വായിക്കാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ കാറിന്റെ അകത്തുള്ള ഏതെങ്കിലും സ്റ്റാറ്റിക് ആയിട്ടുള്ള അനങ്ങാത്ത വസ്തുവിലേക്ക് നമ്മൾ നോക്കിയിരിക്കുമ്പോൾ ചെവിയിൽ നിന്നും ബ്രെയിനിലേക്ക് പോകുന്ന ഇൻഫർമേഷനും കണ്ണിൽ നിന്നും ബ്രെയിനിലേക്ക് പോകുന്ന ഇൻഫർമേഷൻ തമ്മിലുള്ള മിസ്മാച്ച് കാരണമാണ് പല ആളുകളിലും ഇത്തരത്തിൽ മോഷൻ സിക്നസ് ഉണ്ടാവുന്നത്. ഇത്തരത്തിലുള്ള മോഷൻ സിക്നസിന് കൃത്യമായിട്ടുള്ള ഹോമിയോപ്പതി മരുന്നിലൂടെ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാനാവും എന്ന് മനസ്സിലാക്കുക. ഇതുപോലെ മോഷൻ സിക്നസ് ഉണ്ടാവുന്ന ആളുകളിൽ ചിലപ്പോൾ ഓക്കാനവും ഛർദിയും അതോടൊപ്പം തന്നെ തലയിൽ അസ്വസ്ഥതയും അത് തലവേദനയായിട്ടും എല്ലാം ആളുകൾ ചിത്രീകരിക്കുന്നതായിട്ട് കാണാം. കൃത്യമായിട്ട് തലവേദന വന്നതിന് ശേഷം, തലവേദന വന്ന് ഏകദേശം അരമണിക്കൂർ 1 മണിക്കൂറിന് ശേഷം വളരെ സിവിയറായിട്ട് പെയിൻ അനുഭവിച്ചതിന് ശേഷം നോസിയ അല്ലെങ്കിൽ വോമിറ്റിംഗ്, ഓക്കാനമോ ഛർദിയോ വരുന്ന ഒരു രീതിക്കാണ് നമ്മൾ മൈഗ്രെയിൻ തലവേദന എന്ന് പറയുന്നത്. നേരെ മറിച്ച് യാത്രയിൽ ആദ്യം അസ്വസ്ഥതകൾ തുടങ്ങുകയും ആദ്യം കണ്ണിൽ മങ്ങൽ തുടങ്ങുകയും തലചുറ്റിലോ തലകറക്കമോ എല്ലാം അനുഭവപ്പെടുകയും ചെയ്തതിനു ശേഷം വരുന്ന തലവേദനയെ മൈഗ്രെയിൻ ആണോ എന്ന് കൃത്യമായിട്ട് ഡയഗ്നോസ് ചെയ്ത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിൽ മൈഗ്രെയിനോടൊപ്പം തന്നെ തലവേദനയോടൊപ്പം തന്നെ നിങ്ങൾക്ക് തലചുറ്റൽ പോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടോ, അതോ മോഷൻ സിക്നസ് എന്നുള്ള രീതിയിൽ യാത്ര ചെയ്യുമ്പോഴാണോ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഓക്കാനോ അതിനുശേഷമായിട്ട് തലവേദനയും വരുന്നതെന്ന് താഴെ കമന്റ് ചെയ്യുന്നു.